ഹായ്, ഇന്ന് നമുക്ക് അരി വർക്കിൻ്റെ സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ 2 ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ഉള്ള സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ത്രെഡിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് താഴത്തെ ലൈനിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സൈഡിലൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ നേരെ മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് മുകളിലത്തെ ലൈനിലോട്ട് പോയി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെയും അതുപോലെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് വരണം, ലോങ് ചെയിൻ, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച്, ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്, അങ്ങനെ തന്നെ മാറി മാറി സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ലോക്ക് സ്റ്റിച്ച് ഇടാതെ സ്റ്റിച്ച് ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ലോക്ക് സ്റ്റിച്ച് ഇടാതെ ഞാൻ മുകളിലോട്ട് പോകുന്നുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്കവിടെ കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. ഇവിടെ വരുന്ന ആ സ്റ്റിച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞു ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ലോങ് സിഗ്സാഗ് സ്റ്റിച്ചാണ്. ഈ ലോങ് സിഗ്സാഗ് സ്റ്റിച്ചിൽ തന്നെ ഡബിൾ സിഗ്സാഗ് സ്റ്റിച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് സിഗ്സാഗ് സ്റ്റിച്ചും ഉണ്ട്. അത് നമുക്ക് പിന്നത്തെ വീഡിയോയിൽ ഇത് ഓരോന്നായിട്ട് കാണാം. ഇതുപോലെ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഗ്യാപ്പുകളിലൊക്കെ നിങ്ങളൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ സിഗ്സാഗ് സ്റ്റിച്ച് നെക്ക് ഡിസൈനുകളിലൊക്കെ നമ്മൾ ട്യൂബ് ബീഡ് യൂസ് ചെയ്ത് ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റിച്ച് നമ്മൾ മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ മുകളിലത്തെ ലൈനിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിൽ നമ്മൾ എൻഡ് നോട്ട് എങ്ങനെ ഇടണമെന്ന് കാണാം. നമ്മൾ ലോങ് ചെയിൻ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം നമ്മൾ ഷോർട്ട് ചെയിൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ ലോക്ക് ഇട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്.